ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഏറ്റവും സിമ്പിളായ രീതിയിൽ വെക്കാവുന്ന ഒരു കായ കൂട്ടാനും അതുപോലെ തന്നെ സിമ്പിളായിട്ട് അരയ്ക്കാൻ പറ്റുന്ന ഒരു മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ദേ ഇങ്ങനത്തെ ഒരു കായ, ഇത് നമ്മുടെ വണ്ണം കായ പൊണ്ണങ്കായ എന്നൊക്കെ പറയില്ലേ കറി വെക്കണത്, അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ആ പരിപ്പ് കഴുകി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാണ് കേട്ടോ. ഇതിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വിസിലടുപ്പിച്ച് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് വേവണ സമയം കൊണ്ട് നമുക്ക് കായ നുറുക്കിയെടുക്കാം കേട്ടോ. ഈ കായ്ക്ക് പിന്നെ അധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വേവും, ഒരു ആവി കയറുമ്പോഴേക്ക് വേവും. അപ്പോൾ പരിപ്പ് നല്ലപോലെ വെന്തതിന് ശേഷം മാത്രം നമുക്ക് ഈ കായ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നാലാക്കി കയറിയിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അതായത് അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് എരിഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് വേവണ വരെ ഈ കായ വെള്ളത്തിലൂടെ കിടക്കട്ടെ, അതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ പരിപ്പ് നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കായ കഴുകിയെടുത്തത് അതിൽ ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ കായ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, അതുപോലെ തന്നെ ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് കറിക്ക് എത്ര ചാറ് വേണം, വല്ലാണ്ട് വെള്ളം പോലെ വേണ്ട കേട്ടോ, കുറുകിയ രീതിയിൽ മതി. അത്രയും വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ദാ കായ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. 4 വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും കൂടിയിട്ട് നമുക്ക് ഇടികല്ലിലൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇത് കുത്തിക്കാച്ചിയ കറിയാണ്. നമ്മുടെ തൃശ്ശൂരുള്ളവരുടെ ഒരു സ്പെഷ്യൽ കറിയാണ് ഈ കുത്തിക്കാച്ചിയത്. അങ്ങനെ ഈ 2 ഉള്ളിയും കുത്തിയെടുത്തതിന് ശേഷം ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, അതായത് അവരവരുടെ എരിവിനനുസരിച്ചിട്ട് ഞാൻ ചേർത്തത് 1 ടീസ്പൂണാണ് കേട്ടോ. ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മൂപ്പിച്ച് കൊടുക്കുക. ഇതിൻ്റെ മൂപ്പ് നല്ല പാകമായി വരണം കേട്ടോ, കളറ് മാറി വരണം മൂത്തിട്ട്. ആ സമയത്ത് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച കായും പരിപ്പൂലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ കായും പരിപ്പും കുത്തിക്കാച്ചി ഇത് റെഡി ആയിട്ടുണ്ട്. എത്ര എളുപ്പത്തിൽ വെച്ചാൽ അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൽ പുളിരസമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിന്ന് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ചെറിയൊരു പുളിയുടെ ടേസ്റ്റും കൂടി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യലായിട്ടൊരു ചമ്മന്തി വരച്ചു. നമ്മുടെ മാങ്ങയും പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും എടുത്തിട്ടാണ് കേട്ടോ അരച്ചത്. അതും ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ അരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് അരച്ചത്. നാളികേരമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഈ മാങ്ങ ചെത്തി ചെറുതാക്കി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. മിക്സിയിൽ അരയ്ക്കുമ്പോൾ പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് പച്ചമുളകും പിന്നെ നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് വെച്ച ഉള്ളിയില്ലേ, ആ ഉള്ളിയും ഇഞ്ചിയുടെ കഷ്ണവും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വെള്ളം ഒഴിക്കാതെ ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ. തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മാങ്ങ അരയുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു അംശം അതിൽ വരും. അപ്പോൾ പിന്നെ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. ഇപ്പം തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലായിടത്തേക്കും ആ വെളിച്ചെണ്ണ ആവണ രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ, പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും തട്ടിപ്പൊത്തിക്ക് വയ്ക്കുക കേട്ടോ. ഈ കുത്തിക്കാച്ചിയ കറിയും അതുപോലെ തന്നെ ഈ മാങ്ങ ചമ്മന്തിയും കൂടിയിട്ട് അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് ഇത്രയും വിഭവങ്ങളേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.